ഒരിക്കൽ ഖലീഫ ഉമറിൻ്റെ അടുക്കൽ ഒരു പരാതി വന്നു. പരാതിക്കാരി കുറച്ച് പ്രായമേറിയൊരു സ്ത്രീയാണ്. അവർ സത്യവിശ്വാസിയല്ല, മറ്റൊരു വിശ്വാസമുള്ള സ്ത്രീയാണ്. ഉമറോട് പറഞ്ഞ പരാതി ഇങ്ങനെയാണ്: ഉമറെ, നീ ഞങ്ങളുടെ നാട്ടിലേക്ക് അയച്ച ഖലീഫ, അങ്ങനെ പ്രതിനിധി, എൻ്റെ വീട് അകാരണമായി പൊളിച്ചു കളഞ്ഞു. ഉമർ ഫാറൂഖിന് വല്ലാത്തൊരു ദേഷ്യത്തിലായി. ഉമർ ഫാറൂഖ് ദൂതൻ വഴി അംറുൽ ആസിയെ മദീനയിലേക്ക് വിളിപ്പിച്ചു. അംറുൽ ആസി ഓടിക്കിതിച്ച് ഉമറിൻ്റെ സമക്ഷത്തിലെത്തി. മുഖം ചുവന്ന് തൊടുത്തിരിക്കുന്ന ഉമറും അടുത്തിരിക്കുന്ന ഉമ്മയും കണ്ടപ്പോൾ അംറുൽ ആസിക്ക് കാര്യം മനസ്സിലായി. ഉമർ ഫാറൂഖ് അംറുൽ ആസിയോട് ചോദിച്ചു, ഉമ്മയുടെ പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന്. അംറുൽ ആസി അവരുടെ പരാതിയുടെ സംഭവം ഉമറിന് മുമ്പിൽ വ്യക്തമാക്കാൻ തുടങ്ങി. ഖലീഫ, ഇസ്ലാം വ്യാപിച്ചപ്പോൾ സിറിയയിലെ പള്ളിയിൽ നമസ്കരിക്കാൻ സ്ഥലം തികയാതെ വന്നു. സ്വാഭാവികമായി പള്ളി വിസ്തൃതപ്പെടുത്തുക എന്നുള്ളത് ബാധ്യതയായി. പള്ളിയുടെ വിസ്തൃതി കൂട്ടുന്ന സമയത്ത് പള്ളിയുടെ ഓരത്താണ് ഈ ഉമ്മയുടെ വീട്. ആ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ അധിക വില ഈ ഉമ്മയോട് ഞങ്ങൾ വാഗ്ദാനം ചെയ്തു. പക്ഷെ അവരവരുടെ വീട് തന്നില്ല എന്ന് മാത്രമല്ല, ചില കടപ്പാടുകളുടെ പേരിലാണ് വീട് തരാത്തതെന്നുകൂടി പറയുകയും ചെയ്തു. പക്ഷേ കൂടെ ഉണ്ടെന്ന് ചില ആളുകളുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ആ വീടിൻ്റെ ഒരു മൂല പൊളിച്ചു കളഞ്ഞു. പള്ളി വിപുലപ്പെടുത്തുകയും ചെയ്തു. അംറുൽ ആസി റളിയല്ലാഹു അൻഹു ഈ വിഷയത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കൈ ഉയർത്തി അംറുൽ ആസിയെ തടഞ്ഞു. മതി സംസാരം. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ സംസാരിക്കാനുണ്ടാവേണ്ടത്, നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഏത് ഭാഗമാണോ ഉമ്മയുടേത് പൊളിച്ചു കളഞ്ഞത് അത് പുതുക്കി പണിതതിന് ശേഷം, പള്ളി പൊളിച്ച് പുതുക്കി പണിതതിന് ശേഷം മാത്രമേ നമ്മൾ തമ്മിൽ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് നീതിയുടെ ഭരണാധികാരി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അംറുൽ ആസി റളിയല്ലാഹു അൻഹുയെ മടക്കി അയക്കുന്നുണ്ട്. നമ്മൾ ഖലീഫമാരിൽ ധാരാളം ഗുണപാഠങ്ങളുണ്ട്. ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹം ഖലീഫയുടെ കാലത്തേക്ക് ജനങ്ങളെ തിരിച്ചു വിളിക്കുന്നു എന്ന ചില ആളുകളുടെ പരാമർശത്തിൻ്റെ പിന്നാമ്പുറം പരിശോധിച്ച് നോക്കിയാൽ നീതി നിർവഹണത്തിൻ്റെ ഏറ്റവും വലിയ പാഠമാണ് ഉമർ ഫാറൂഖിനെ പോലുള്ള ഖലീഫമാർ സമൂഹത്തിന് മുമ്പിൽ സമ്മാനിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.